भगवंत गुरु चतुष्नाम बपुए, तिनके पद वंदन किए, मेटत विघ्न अनेक। जग है मिथ्या साई ने सच्ची राह दिखाई, जग है मिथ्या साई ने सच्ची राह दिखाई, सबसे कर तू प्यार ये जीवन बने तेरा सुखदाई, ऐसा दे उपदेश प्रभु ने हम पे किया उपकार, ऐसा दे उपदेश प्रभु ने हम पे किया उपकार। ईश्वर अम्मा तेरा साई, युग युग का अवतार, युग युग का अवतार। നമസ്കാരം. ദൂരദർശൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ദിവ്യ സന്ദേശത്തിലേക്ക് സ്വാഗതം. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് കേരളയുടെ സായി ഗ്രാമത്തിൽ 60ഓളം പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടിയുള്ള അനാഥാലയം സായി നികേതൻ, മുത്തശ്ശിമാർക്ക് സായുജ്യം, മുത്തശ്ശന്മാർക്ക് വേണ്ടി സാകേതം, സൗജന്യ ഭക്ഷണശാല, സായി വിദ്യാമന്ദിർ തുടങ്ങി നിരവധി പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത്. ഓരോ പദ്ധതിയും സമൂഹത്തിന് നൽകുന്നത് ഓരോ ദിവ്യ സന്ദേശമാണ്. ഒരിക്കൽ കൂടി ഏവർക്കും ദിവ്യ സന്ദേശത്തിലേക്ക് സ്വാഗതം. അതിമനോഹരം സദാ ശാന്തസുന്ദരം, അശുഭനാശകം എന്നും അഭയദായകം, പരമപാവനം സദാ നയനമോഹനം, നമ നമോ നമ സത്യസായി മന്ദിരം. അതിമനോഹരം സദാ ശാന്തസുന്ദരം, അശുഭനാശകം എന്നും. സായി ഗ്രാമത്തിലെ സായി നാരായണാലയം. വിശന്നെത്തുന്ന ആർക്കും ഏത് സമയവും ഇവിടെ ഭക്ഷണം ലഭിക്കും. തുറന്നു പറഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഭക്ഷണശാല. സായി ഗ്രാമത്തിലെ സായി നാരായണാലയം എന്ന ഭക്ഷണശാല
മഹത്തായ ഒരു സത് സന്ദേശവും ക്ഷേത്രവുമാണ്. മാത്രമല്ല ഇതൊരു അക്ഷയപാത്രം കൂടിയാണ്. 24 മണിക്കൂറും സൗജന്യമായി ഭക്ഷണം നൽകുന്ന അക്ഷയപാത്രം. പ്രകാശപൂർണമായ നിലവിളക്കിന് പിന്നിൽ അനുഗ്രഹം ചൊരിയുന്ന ശ്രീ സത്യസായിയുടെ ചിത്രം. അതിനരികിൽ അന്നം ബ്രഹ്മ എന്ന സൂക്തം. സായി ഗ്രാമത്തിലെത്തുന്നവർക്കെല്ലാം നൽകുന്ന സന്ദേശം. ഇരുപത്തിയഞ്ച് പേർക്ക് ഭക്ഷണം നൽകുന്ന ചെറിയ തോതിൽ ആരംഭിച്ച ഭക്ഷണശാല. സിനിമാ നിർമ്മാതാവ് ശ്രീ ജി സുരേഷ് കുമാർ പാലുകാച്ചി തുടക്കം കുറിച്ചു. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ പേരിലുള്ള ഈ സായി ഗ്രാമം എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിൽ എത്തിപ്പെടാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഏത് നേരത്തായാലും സായി ഗ്രാമത്തിലെത്തുന്ന ഏവർക്കും സായി നാരായണ ആലയത്തിൽ നിന്ന് വിശപ്പടക്കാം. സൗജന്യ ഭക്ഷണം, ക്യാഷ് കൗണ്ടറില്ലാത്ത ഊട്ടുപുര. ഭക്ഷണം രാവിലെ വന്നാൽ അവർക്ക് അവിടെ ഇരിക്കാം, ഭക്ഷണം കഴിക്കാം, പോകാം. അവിടെ പേരെഴുതി വെക്കുന്നില്ല, പേരെഴുതി വെക്കണമെന്നും ഞങ്ങൾ പറയുന്നില്ല. ക്യാഷ് കൗണ്ടറില്ലാത്തൊരു ഭക്ഷണശാല. പക്ഷേ 24 മണിക്കൂറും പ്രവർത്തിക്കും. രാത്രി കാലങ്ങളിലാണെങ്കിൽ 9 മണിക്ക് ഗസ്റ്റ് വന്നാലും അപ്പോൾ അവിടെ എന്തുണ്ട് അത് അവർക്ക് ഭക്ഷണമായി നൽകും. ഇല്ലാത്ത പക്ഷം എന്തെങ്കിലും നമ്മൾ ഉണ്ടാക്കി അവർക്ക് കൊടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അങ്ങനെ ഒരു വ്യത്യസ്തമായ, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജീവൻ ഉൾക്കൊള്ളുന്ന ഒരു പദ്ധതിയാണ് സായി നാരായണാലയം. ഇവിടെ വലിപ്പച്ചെറുപ്പമില്ല, ജാതി മതഭേദമില്ല. വിശക്കുന്നവർക്ക് ഭക്ഷണം, എല്ലാവർക്കും ഒരേ തരം ആഹാരം, ഒരേ രീതി. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് നടത്തുന്ന ഏത് പ്രവർത്തനവും അത് സ്വീകരിക്കുന്ന ആളുകൾക്ക് പരിപൂർണമായും സൗജന്യമായിരിക്കണമെന്നത് ട്രസ്റ്റിൻ്റെ ആശയമാണ്. മന്ത്രിമാരും രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക, കലാ, സാഹിത്യ രംഗത്തെ ഒട്ടേറെ പ്രഗത്ഭരുമടക്കം ലക്ഷക്കണക്കിന് ആളുകൾ സായി നാരായണാലയത്തിൻ്റെ സ്വാദ് അനുഭവിച്ചറിഞ്ഞവരാണ്. അക്ഷയപാത്രത്തിൽ നിന്നുള്ള അന്നദാനം അവിരാമം തുടരുന്നു. സായി ഗ്രാമത്തിൽ 150ഓളം അന്തേവാസികളുണ്ട്. ഇവരെ കൂടാതെ ഇവിടെ എത്തുന്ന അതിഥികൾക്കും വിദ്യാർത്ഥികൾക്കും വിശിഷ്ട വ്യക്തികൾക്കും എല്ലാം ഭക്ഷണം നൽകുന്ന ഒരു അക്ഷയപാത്രമാണ് സായി നാരായണാലയം. അത് ഗുരുവായൂരിൽ തന്നെയേണം മാനുഷ പിറവി നീ തന്നിടിലോ
ഒരു ഹരിഭക്തനായി ഞാൻ തീർന്നിടേണം. നാരായണീയവും ജ്ഞാനപ്പാനയും ഉറ ചെയ്തു വന്നോരു കവികുലത്തിൽ പരിശുദ്ധ ഭക്തനാം പൂന്താനം പോലൊരു പുനർജന്മമെങ്കിലും തന്നിടേണം. സായി നാരായണാലയത്തിൻ്റെ 2ാം വാർഷികം പ്രസിദ്ധ സംഗീത സംവിധായകൻ ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ഉദ്ഘാടനം ചെയ്തത്. വിശിഷ്ട വ്യക്തികളുടെ അനുഗ്രഹാശിസ്സുകൾ കൊണ്ട് വിപുലമായി തീർന്ന സൗഭാഗ്യമാണ് ഈ ഊട്ടുപുര. 7 വർഷം കൊണ്ട് 55 ലക്ഷം പേർക്ക് അന്നമൂട്ടിയ ഈ ഭക്ഷണശാല മാമം നദിക്കരയിൽ സായി ഗ്രാമത്തിലെ താമരപ്പൊയ്കയുടെ തീരത്ത് ഒരു വിസ്മയമായി നിലകൊള്ളുന്നു. ജയ ജയ സായി രാം സായി രാം സായി രാം. ജയ ജയ സായി രാം സായി രാം സായി രാം. ജയ ജയ സായി രാം സായി രാം സായി രാം. ജയ ജയ സായി രാം. രാവിലെ 5 മണിക്ക് ചൂട് കാപ്പി. സ്കൂളിലേക്ക് പോകുന്ന സായി ഗ്രാമത്തിലെ കുട്ടികൾക്ക് പൊതിച്ചോറ്. 8 മണിക്ക് അന്തേവാസികൾക്കെല്ലാം ഭക്ഷണം. 10 മണിക്ക് സായി വിദ്യാമന്ദിറിലെ കുട്ടികൾക്ക് കാച്ചിയ പാല്. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഊണ്. വൈകുന്നേരവും രാത്രിയും ഭക്ഷണം. ഇതോടൊപ്പം സായി ഗ്രാമത്തിലെത്തുന്നവർക്ക് ഏത് നേരത്തായാലും ഭക്ഷണം. ഈ സ്നേഹവിരുന്നിൽ അഥവാ നിത്യേനയുള്ള സദ്യയിൽ പങ്കെടുക്കുന്നവർക്ക് സായി നാരായണാലയത്തിൻ്റെ മഹിമയെക്കുറിച്ച് പറയുമ്പോൾ നിറസന്തോഷം. ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ വരിക, ഇവിടോടത്ത് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക, അതിൽ സന്തോഷം കിട്ടും എന്നുള്ളതോടുകൂടിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നു അവരോടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് നിൽക്കുമ്പോൾ പഴയ ആ കൂട്ടുകുടുംബ അവസ്ഥയിൽ നമ്മൾ ഇന്ന് എത്തിയ അതേ ഒരു അനുഭൂതി ഇപ്പോഴുണ്ടാകുന്നുണ്ട്. പഴയ അപ്പൂപ്പൻ അമ്മൂമ്മ അപ്പച്ചിമാർ ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുന്നല്ലോ. ഇവിടെ കുട്ടികളുണ്ട്, അപ്പൂപ്പനുണ്ട്, അമ്മൂമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം എന്താണെന്ന് അറിയണമെങ്കിൽ എല്ലാവരും ഇതുപോലുള്ള ഓണ സന്ദർഭങ്ങളിലൊക്കെ ഇവിടെ വരിക, ഇവരോടൊത്ത് ആഹാരം കഴിക്കുക. അപ്പോൾ ആ സന്തോഷം എന്താണെന്നുള്ളത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവും. അതെന്താണെന്നുള്ളത് ആസ്വദിച്ചറിയുക, അതായിരിക്കും കുറച്ചുകൂടെ ഭേദം. ഓരോ ദിവസവും വൈവിധ്യമാർന്ന ഭക്ഷണമാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് രുചിയുടെ മടുപ്പില്ല, പരാതികളില്ല, ആർക്കും പരിഭവമില്ല. കുട്ടികളും അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും അന്തേവാസികളും അതിഥികളും സന്തോഷത്തോടെ പ്രാർത്ഥനാപൂരിത മനസ്സോടെ ഭക്ഷണം കഴിക്കുന്നു. അവിടുത്തെ മെനു പോലും നമ്മൾ ഡയറ്റീഷ്യനെ കൊണ്ട് പ്രിപ്പയർ ചെയ്യിച്ച് മെനുവാണ് അവിടെ കൊടുക്കുന്നത്. എന്തെന്ന് വെച്ചാൽ ഇതൊരു ആശ്രമമാണ്, അതേസമയം ഇതൊരു അനാഥാലയമാണ്. കുട്ടികളും അമ്മൂമ്മമാർക്കും വേണ്ട പോഷക ആഹാരം ആവശ്യമാണ് ശരീരത്തിന്. അപ്പോൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഇവിടെ സെർവ് ചെയ്യാൻ പാടില്ലാത്തതിനാൽ അവർക്ക് മറ്റു രീതിയിൽ ഫുഡ് അവരുടെ പ്രോട്ടീനും ഫാറ്റും മറ്റു കാര്യങ്ങളെല്ലാം കോമ്പൻസേറ്റ് ചെയ്ത് പോകുവാൻ വേണ്ടിയാണ് ഒരു ഭക്ഷണക്രമം രൂപീകരിച്ചിരിക്കുന്നത്. അത് 2 വർഷം കഴിയുമ്പോൾ അത് വീണ്ടും മാറ്റും. പ്രണവനിർഭരം നാദബ്രഹ്മസാഗരം ശ്രുതിമനോഹരം സപ്തസ്വരലയാമൃതം ശ്രുതജനപ്രിയം സത്യശിവമയം പരം നിരുപമം സദാ സായി ഭജന കീർത്തനം. പ്രണവനിർഭരം നാദബ്രഹ്മസാഗരം ശ്രുതിമനോഹരം സപ്തസ്വരലയാമൃതം ശ്രുതജനപ്രിയം സത്യശിവമയം പരം നിരുപമം സദാ സായി ഭജന കീർത്തനം. ലളിതകോമളം ഭക്തിഭാവപൂരിതം നവപദാവലി ലാസ്യനടനവൈഭവം
ശ്രുതജനപ്രിയം സത്യശിവമയം പരം നിരുപമം സദാ സായി ഭജനകീർത്തനം. ലളിതകോമളം ഭക്തിഭാവപൂരിതം നവപദാവലി ലാസ്യനടനവൈഭവം ശ്രുതജനപ്രിയം സത്യശിവമയം പരം നിരുപമം സദാ സായി ഭജനകീർത്തനം. സായി ഗ്രാമത്തിലെ ഉർവരതയിൽ വിളയുന്ന പച്ചക്കറി വിളകളാണ് സായി നാരായണാലയത്തിൽ ഉപയോഗിക്കുന്നത്. പാണ്ഡവൻ മലയുടെ താഴ്വരയിൽ കാർഷിക സമൃദ്ധിയുടെ മാതൃക കൂടിയാവുന്നു സായി ഗ്രാമം. കൃഷിവകുപ്പിന്റെ സഹകരണത്തോടെ ഹോർട്ടികോർപ്പുമായി ചേർന്ന് തയ്യാറാക്കിയ ഹൈടെക് അഗ്രി ഫാമിൽ വിളയുന്ന പച്ചക്കറികളുടെ നൂറുമേനി. സായി ഗ്രാമത്തിലേക്ക് വേണ്ടുന്ന ഒട്ടുമിക്ക പച്ചക്കറികളും ഇവിടെ തന്നെ വിളയിച്ചെടുക്കുന്നു. ശ്രുതജനപ്രിയം സത്യശിവമയം പരം നിരുപമം സദാ സായി ഭജനകീർത്തനം. സായി നാരായണാലയം എന്ന ഭക്ഷണശാല ആരംഭിച്ച് ഇന്നേ വരെ ഇവിടെ പാചക ആവശ്യത്തിന് ഒരു ഗ്യാസ് സിലിണ്ടർ പോലും ഉപയോഗിച്ചിട്ടില്ല. 2 ബയോഗ്യാസ് പ്ലാന്റുകളുണ്ട്. അതിൽ നിന്നുള്ള പാചകവാതകമാണ് ഇവിടുത്തെ അടുക്കളയിൽ ഉപയോഗിക്കുന്നത്. ഭക്ഷണശാലയിലെ പച്ചക്കറികളുടെ വേസ്റ്റ്, മറ്റ് ഭക്ഷണ അവശിഷ്ടങ്ങൾ ഇവ ബയോഗ്യാസ് പ്ലാന്റിലിടുമ്പോൾ പരിസരം ശുചിയായി സൂക്ഷിക്കാൻ കഴിയുന്നു. സത്യസായി മന്ദിരം. സത്യസായി ഗോകുലത്തിൽ പശുക്കളേറെയുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ടുവോളം പാല് ലഭിക്കുന്നു. വിദ്യാമന്ദിറിലെ കുട്ടികൾക്ക് കൊടുക്കാനും ഭക്ഷണശാലയിലെ ആവശ്യത്തിനും പാലിനും മോരിനും തൈരിനും ക്ഷാമമുണ്ടാകാറില്ല. അങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്നുണ്ടാകുന്ന പശുവിൽ നിന്നും അതുപോലെ തന്നെ ഇലയിൽ നിന്നും ചെടിയിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്ന ആ അവശിഷ്ടങ്ങൾ കൊണ്ട് ഇവിടുത്തെ കുക്കിംഗ് നടക്കുന്നു. സൂര്യപ്രകാശം കൊണ്ട് വിദ്യുച്ഛക്തി ലഭിക്കുന്നു. ഇവിടെ വലിയ വലിയ ലൈറ്റുകളാണ്. 21,000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഫാക്ടറി നടത്താനുള്ള കറണ്ടായി. ആ ഒരു ചെറിയ ഫാക്ടറി നടത്താനുള്ള കറണ്ട് പോലും അവരിവിടെ നേടും. വെള്ളത്തിൻ്റെ കാര്യത്തിലും അവർ സ്വയം പര്യാപ്തി നേടുകയാണ്. ഈ അർത്ഥത്തിൽ ഞങ്ങൾക്കെല്ലാം പഠിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണശാലയും പാഠശാലയുമായി സായിഗ്രാമം വളരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിനും പ്രത്യേകിച്ചൊരു ഫീസില്ല. ഞങ്ങൾ പ്ലാനിങ്ങിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാറ്റിനും യൂസർ ഫീ വെക്കണം എന്ന കാലമാണ്. കുടിവെള്ളം കിട്ടണമെങ്കിൽ യൂസർ ഫീ വെക്കണം, ഇലക്ട്രിസിറ്റി കിട്ടണമെങ്കിൽ യൂസർ ഫീ വെക്കണം. യൂസർ ഫീ ഇല്ലാതെ ഇനി പ്ലാനിങ് മുന്നോട്ട് പോവില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനെക്കുറിച്ചൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ സായി ഗ്രാമത്തിൽ വന്നാൽ ഇതൊരു യൂസർ ഫീ ഫ്രീ ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഒന്നിനും ഒരു ഫീസുമില്ല. ആരും ആരോടും കണക്ക് പറയാറില്ല. ആരും ആരോടും കാശ് ചോദിക്കാറില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ എത്ര ഫീസുണ്ടെന്നോ, അതല്ലെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാൻ എത്ര രൂപയാണെന്നോ, ഇവിടെ താമസിക്കാൻ എന്താണ് വാടകയെന്നോ ഒന്നും ചോദിക്കാതെ കാശിൻ്റെ കണക്ക് പറയാത്ത, കാശിൻ്റെ കണക്ക് പറയുന്ന ലോകത്തിലെ മഹത്തായ ഒരു തുരുത്താണ് ഈ ഗ്രാമം എന്ന് പറയുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സർവമംഗളം ശുഭം പൂർണ്ണമംഗളം അതുലമംഗളം സദാ അനഘമംഗളം പരമപാവനം സദാ നയനമോഹനം നമ നമോ നമ സത്യസായി മന്ദിരം. സർവമംഗളം ശുഭം പൂർണ്ണമംഗളം അതുലമംഗളം സദാ അനഘമംഗളം പരമപാവനം സദാ നയനമോഹനം നമ നമോ നമ സത്യസായി മന്ദിരം. 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 നമ നമോ നമ
സത്യസായി മന്ദിരം നമ നമോ നമ സത്യസായി മന്ദിരം. പാലും പച്ചക്കറികളും മറ്റ് ഭക്ഷണ സാധനങ്ങളും ദൈവാനുഗ്രഹത്താൽ വേണ്ടുവോളം നിറയുന്ന സായി നാരായണാലയം അക്ഷയപാത്രം തന്നെയാണ്. സ്വയം പര്യാപ്തമായ ഗ്രാമം എന്ന മഹത്തായ ലക്ഷ്യപ്രാപ്തിയിലെത്തിയ സായി ഗ്രാമം ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ പ്രോജ്വലമായ മാതൃകയാണ് ലോകത്തിന് കാഴ്ചവെക്കുന്നത്. ഔദാര്യപൂർവ്വം കുട്ടികൾക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ എല്ലാം ജന്മദിനം വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. ഞാനൊരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഭംഗിയല്ല, എങ്കിലും മറ്റുള്ളവരും അതുമാതിരി ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയുകയാണ്. 1000 രൂപ ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ഇത് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ജന്മദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ സായി നികേതൻ എന്ന അനാഥാലയത്തിലെ കുട്ടികൾ, സായുജ്യത്തിലെ അമ്മൂമ്മമാർ, സാന്ത്വനത്തിലെ കുട്ടികൾ, ഇവരെ ഓർക്കുക. ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നുവെങ്കിൽ ബന്ധപ്പെടുക. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, കേരള, ശാസ്തമംഗലം, തിരുവനന്തപുരം. ശ്രീ സത്യസായി ബാബയുടെ 88ാം ജന്മദിനം നവംബർ 9-ാം തീയതി മുതൽ നവംബർ 23 വരെ സായി ഗ്രാമത്തിൽ സമുചിതമായി ആഘോഷിക്കുന്നു. ശ്രീ VS ശിവകുമാർ, ശ്രീ KC ജോസഫ് തുടങ്ങിയ മന്ത്രിമാരും സ്പീക്കർ ശ്രീ G കാർത്തികേയൻ അടക്കമുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുന്നു. എൺപത്തിയെട്ട് മണിക്കൂർ സായി സംഗീതോത്സവത്തിൽ പ്രഗത്ഭരായ സംഗീതജ്ഞർ അണിനിരക്കുന്നു. ശ്രീ സത്യസായി ബാബയുടെ 88ാം ജന്മദിനമായ നവംബർ 23 സായി ഗ്രാമത്തിൽ സമൂഹ വിവാഹം. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക. ഫോൺ 0471 272 1422 2115161. സായി നാരായണാലയത്തെക്കുറിച്ചുള്ള ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സായി ഗ്രാമത്തിൻ്റെ വിശേഷങ്ങളും സന്ദേശങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും. നമസ്കാരം.